السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 196 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ ക്ലാസ് സ്വാലിഹായവരമലായി സ്വീകരിക്കട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പാടുള്ള എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇത് പഠിക്കുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ടു ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളാദ്യമായി 196 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫലാ തുഅ്ജിബ്ക അംവാലുഹും വലാ ഔലാദുഹും ഇന്നമാ യുരീദുല്ലാഹു ലിയുഅദ്ദിബഹും ബിഹാ ഫിൽ ഹയാത്തിദ് ദുനിയാ വതസ്ഹഖ അൻഫുസുഹും വഹും കാഫിറൂൻ ويحلفون بالله إنهم لمنكم وما هم منكم ولكنهم قوم يفرقون لو يجدون ملجأ أو مغارات أو مدخلا لولوا إليه وهم يجمحون ومنهم من يلمزك في الصدقات فإن أعطوا منها رضوا وإن لم يعطوا منها إذا هم يسخطون ولو أنهم رضوا ما آتاهم الله ورسوله وقالوا حسبنا الله سيؤتينا الله من فضله ورسوله إنا إلى الله راغبون إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم ومنهم الذين يؤذون النبي ويقولون هو أذن قل أذن خير لكم يؤمن بالله ويؤمن للمؤمنين ورحمة للذين آمنوا منكم والذين يؤذون رسول الله لهم عذاب أليم صدق الله العلي العظيم. സൂറത്ത് തൗബയിലെ 55 മുതൽ 61 വരെയുള്ള 7 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 10ാമത്തെ ജുസ്ഇൽ 196 പേജ്. മുനാഫിക്കുകളെ കുറിച്ച്, കപട വിശ്വാസികളെ കുറിച്ചാണ് കഴിഞ്ഞ പേജിൽ നമ്മൾ അവസാനമായി പറഞ്ഞു വന്നിരുന്നത്. അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കാത്തവരാണ് അവർ. നിസ്കാരം പോലെയുള്ള ആരാധനാ കർമ്മങ്ങളാവട്ടെ, സമ്പത്ത് ചെലവഴിക്കുന്ന കാര്യമാവട്ടെ, വെറുപ്പോടെ മാത്രമേ അവരിതൊക്കെ ചെയ്യൂ എന്ന് നമ്മൾ കഴിഞ്ഞ പേജിൽ പറഞ്ഞു. അതൊന്നും അള്ളാഹു തആല സ്വീകരിക്കുകയില്ല. കാരണം അവർ സ്വയം മനസ്സാന താല്പര്യപ്പെട്ട് തരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇനി പറയുന്നത്, അവർക്ക് കുറേ സ്വത്തുക്കളും മക്കളൊക്കെ ഉണ്ടാവാം. നിങ്ങൾക്കിങ്ങനെ പൊതുവെ ബാഹ്യമായി അവർ വലിയ മുതലാളിമാരായിട്ട് കാണാം നിങ്ങൾക്ക് അവരെ. പക്ഷേ അതൊന്നും കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. അവരോടുള്ള സ്നേഹം കൊണ്ടല്ല അള്ളാഹു അതൊക്കെ അവർക്ക് കൊടുത്തത്. അവരുടെ ഗുണത്തിനും നന്മയും ഒക്കെ, അവരുടെ ഗുണത്തിനും നന്മക്കുമൊക്കെ വേണ്ടിയാണ് ഈ പറയപ്പെട്ട സ്വത്തുക്കളും സമ്പത്തുമൊന്നും അവർക്ക് കൊടുത്തത് എന്ന് നിങ്ങൾ ധരിക്കരുത്. അവരുടെ നിലപാട് മാറ്റാത്തിടത്തോളം കാലം അവർക്ക് ഈ സമ്പത്തൊക്കെ ഇവിടെ തന്നെ ഇഹലോകച്ച് വെച്ചു തന്നെ ശിക്ഷയായി മാറും. അവസാനം നരകാവകാശികളായ അവിശ്വാസികളായി തന്നെ അവരുടെ ആയുഷ്കാലം കഴിഞ്ഞു പോവുകയും ചെയ്യും. അതാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ സ്വത്തും സമ്പത്തും ഒക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ അതുകൊണ്ട് കൊടുത്തതാണെന്ന് വിചാരിക്കണ്ട. അത് ഇവിടെ തന്നെ അവർക്ക് എന്താവും, ശിക്ഷയായി മാറുകയാണ് ചെയ്യുക. അങ്ങനെ അവർ ഇവിടെ നിന്ന് അവിശ്വാസികളായി തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്യും. മുനാഫിക്കങ്ങളായ ആളുകൾ യുദ്ധത്തിനാവട്ടെ മറ്റേതാവശ്യത്തിനാവട്ടെ സമ്പാദ്യം ചെലവാക്കിയിരുന്നത് വലിയ മനപ്രയാസത്തോടു കൂടിയായിരുന്നു. ഗത്യന്തരമില്ലാതെയാണ് ചെയ്തത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ.
അതേപോലെ തന്നെ അവരുടെ മറ്റൊരു തലവേദനയായിരുന്നു അവരുടെ സ്വന്തം മക്കൾ. കാരണം അവരുടെ കൂട്ടത്തിൽപ്പെട്ട പലരുടെയും മക്കൾ നല്ല മുഅ്മിനീങ്ങളായിരുന്നു, സത്യവിശ്വാസികളായ നല്ല സ്വഹാബികളായിരുന്നു. ഇസ്ലാമിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള, ജീവത്യാഗം വരെ ചെയ്യാൻ തയ്യാറുള്ള ആളുകളായിരുന്നു അവരുടെ മക്കൾ. സത്യത്തിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ ചൊൽപ്പടിയിൽ നിൽക്കേണ്ട മക്കളാണ് മറുചേരിയിലുള്ളത്. ബാപ്പന്മാരുടെ താല്പര്യത്തിന് ആ മക്കൾ നിൽക്കൂല, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കൂ. അപ്പോൾ ആ മക്കളും അവർക്ക് എന്തായി, ഒരു തലവേദനയായി, ഇവിടെ തന്നെ ഒരു ശിക്ഷയായി മാറുകയാണ് ചെയ്തത്. ഇതൊക്കെയാണ് അല്ലാഹു തആല ഇനി പറയുന്നത്. സ്വന്തം സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് മനസ്സംതൃപ്തിയില്ലാതെ, ഗത്യന്തരമില്ലാതെ ചെലവഴിക്കേണ്ടി വരുന്നത് ഒരു ശിക്ഷയല്ലേ? അതേപോലെ തന്നെ സ്വന്തം മക്കൾ ഉപകരിക്കാതിരിക്കുന്നത്, മറുചേരിയിലാകുന്നത്, അതും ഒരു ശിക്ഷയല്ലേ? അതാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇവിടെ വെച്ചു തന്നെ അവർക്ക് ശിക്ഷയായി മാറുകയാണ് ഈ ഒരു സമ്പത്തും മക്കളുമൊക്കെ ചെയ്യുക. ആയത്ത് നോക്കാം, 55-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫലാ തുഅജിബക അംവാലുഹും വലാ ഔലാദുഹും ഇന്നമാ യുരീദുല്ലാഹു ലിയുഅദ്ദിബഹും ബിഹാ ഫിൽ ഹയാത്തിദ് ദുനിയാ വതസ്ഹഖ അൻഫുസുഹും വഹും കാഫിറൂൻ. ഫലാ തുഅജിബക, നബിയെ അങ്ങയെ ആശ്ചര്യപ്പെടുത്താതിരിക്കട്ടെ, അങ്ങയെ വിസ്മയിപ്പിക്കാതിരിക്കട്ടെ. എന്ത്? അംവാലുഹും, അവരുടെ സ്വത്തുക്കൾ, വലാ ഔലാദുഹും, അവരുടെ മക്കളും, അവരുടെ സമ്പത്തുക്കളും സന്താനങ്ങളും ഒന്നും നിങ്ങളെ വിസ്മയിപ്പിക്കാതിരിക്കട്ടെ. അത് കണ്ടിട്ട് ഇങ്ങനെ അന്തം വിടണ്ടെന്നർത്ഥം. എന്താ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് ആ സമ്പത്ത് കൊണ്ടും മക്കളെ കൊണ്ടും? ഇന്നമാ യുരീദുല്ലാഹു, നിശ്ചയമായും അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. എന്ത്? ലിയുഅദ്ദിബഹും, അവരെ ശിക്ഷിക്കാൻ, ബിഹാ, ആ സമ്പത്ത് കൊണ്ടും മക്കളെ കൊണ്ടും, ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോകത്ത് വെച്ചു തന്നെ, ദുനിയാവിലെ ജീവിതത്തിൽ വെച്ചു തന്നെ. വതസ്ഹഖ അൻഫുസുഹും വഹും കാഫിറൂൻ. വതസ്ഹഖ അൻഫുസുഹും, അവർ അന്ത്യശ്വാസം വലിക്കണമെന്നുമാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. വഹും കാഫിറൂൻ, അവർ കാഫിരീങ്ങളായി നിൽക്കെ തന്നെ, എന്ന് പറഞ്ഞാൽ അവർ അവിശ്വാസികളായി നിലനിൽക്കെ തന്നെ, നിഷേധികളായി കൊണ്ട് തന്നെ അവരുടെ ജീവൻ വെടിയണമെന്നുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. തസ്ഹഖ എന്ന് പറഞ്ഞാൽ വെടിയുക, പിന്നെ ഉദ്ദേശം തസ്ഹഖ അൻഫുസുഹും എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മരിച്ചു പോവുക, അന്ത്യശ്വാസം വലിക്കുക, ജീവൻ വെടിയുക. അപ്പോൾ ഈ സ്വത്തും സമ്പാദ്യവും ഒക്കെ ഇതുകൊണ്ട് ദുന്യാവിൽ നിന്ന് തന്നെ ശിക്ഷ അനുഭവിച്ച് ആ കുഫ്രിയത്തിൽ തന്നെ, നിഫാഖിൽ തന്നെ നിലകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് മരിച്ചു പോകാനാണ് അള്ളാഹു അവരെ കൊണ്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ സ്വത്തും സമ്പത്തും കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഒരു മനുഷ്യന് സമ്പത്ത് ഉണ്ടായാൽ അതുകൊണ്ട് മനസ്സമാധാനമാണ് വേണ്ടത്. മക്കളുണ്ടായാൽ മക്കളെ കൊണ്ട് മനസ്സമാധാനമാണ് വേണ്ടത്. നേരെ തിരിച്ചാണെങ്കിലോ, സമ്പത്തും മക്കളും ഉണ്ടായത് കൊണ്ട് നഷ്ടങ്ങളും മനപ്രയാസവുമാണ് അനുഭവിക്കേണ്ടി വരുന്നതെങ്കിലോ അതിനേക്കാളും അതില്ലാതിരിക്കലല്ലേ നല്ലത്. അതിനൊക്കെ പുറമെ പരലോകത്ത് ഇതെല്ലാം ശിക്ഷയ്ക്ക് കാരണമായി ഭവിക്കുകയും ചെയ്യും. പിന്നൊന്നും പറയാനില്ലല്ലോ. അപ്പൊ അത് കണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ടതില്ല. മുനാഫിക്കുകൾ പൈസ ചെലവഴിക്കുന്നത് അല്ലാഹു തആല സ്വീകരിക്കാത്തത് പോലെ തന്നെ അവന്റെ തൃപ്തിക്കു വേണ്ടിയല്ലാതെ പേരിനും പെരുമക്കും വേണ്ടി ആര് എന്ത് ചെലവഴിച്ചാലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ഇവിടെ നിന്ന് സാന്ദർഭികമായി മനസ്സിലാക്കണം. സൂറത്തുൽ ബഖറയിൽ 264-ലും സൂറത്തുൽ നിസാഇ 38-ലുമൊക്കെ നമ്മൾ ആ വിഷയം പഠിച്ചിട്ടുണ്ട്. മുനാഫിക്കുകളെ പോലെ തന്നെ താല്പര്യമില്ലാതെ, കുടുങ്ങിയിട്ട് ഗത്യന്തരമില്ലാതെ മറ്റാരെയും കാണിക്കാൻ, കമ്മിറ്റിക്കാരെ ബോധിപ്പിക്കാൻ, അതല്ലെങ്കിൽ ഇവനൊന്നും കൊടുക്കാത്ത ആളാണ് എന്ന് പേരൊഴിവാക്കാൻ, ഇങ്ങനെയൊക്കെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി, ദീനിനു വേണ്ടി വല്ലതും കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. റിയാ അള്ളാഹു തീരെ ഇഷ്ടപ്പെടാത്ത വിഷയമാണ്, ലോകമാന്യം. അള്ളാഹുവിന് ഖാലിസായി ഉദ്ദേശം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു തആല സ്വീകരിക്കും. ഇവിടുന്ന് സാന്ദർഭികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. 56-57 ആയത്തുകൾ നമ്മൾ കടക്കുകയാണ്. അടുത്ത 2 ആയത്തുകളിലേക്ക്. ഇവരിങ്ങനെ സത്യം ചെയ്ത് പറയുന്നൊരു പരിപാടിയുണ്ട് മുനാഫിക്കങ്ങൾക്ക്. എന്താണെന്നറിയോ? ഇടക്കിടക്ക് ഇങ്ങനെ മുഅ്മിനീങ്ങൾ അടുത്ത് വന്നിട്ട് പറയും, ഞങ്ങൾ സത്യവിശ്വാസികളാണ്, ഞങ്ങൾ നിങ്ങളൊപ്പാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ സത്യം ചെയ്ത് പറയും. അല്ലാഹു തആല പറയുന്നത് പേടി കൊണ്ടാണ് പറയുന്നത്. പേടി കൊണ്ടാണ് അവർ അങ്ങനെ ഇടക്കിടക്ക് സത്യം ചെയ്യുന്നത്. ആത്മാർത്ഥത തീരെ ഇല്ലാത്ത വെറും മതര വ്യായാമമാണത്. നിങ്ങളുമായി ബന്ധപ്പെടാതെ അകന്നു നിന്നാൽ ശത്രുക്കളാണ് എന്ന നിലക്ക് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തേക്കുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടവർക്ക്. അതുകൊണ്ടാണ് അടിക്കടി അവരങ്ങനെ പറയുന്നത്. നിങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി
രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു പഴുതോ പോംവഴിയോ ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ പോലും അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുമായിരുന്നു. ഒന്നും കാണാത്തത് കൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ കള്ളസത്യം ചെയ്ത് അതിൻ്റെ മറവിൽ നിങ്ങളെ കൂടെ കൂടി രക്ഷപ്പെടാൻ നോക്കുകയാണ് അവർ. എന്തെങ്കിലും രക്ഷപ്പെടാൻ വഴി കണ്ടിരുന്നെങ്കിൽ അവർ അങ്ങോട്ട് പോകുമായിരുന്നു, എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും. കൂടെ നടക്കുന്നവരായതുകൊണ്ട് മുനാഫിക്കുകൾക്ക് സത്യവിശ്വാസികളെ കുറിച്ച് നന്നായിട്ട് അറിയാം. അവർ പേടിയോടെ കഴിയുന്ന ആളുകളാണ് മുനാഫിക്കുകൾ. അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് പ്രവർത്തിക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കൽപ്പനകളും അനുസരിക്കുന്ന, സത്യസന്ധമായി ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ. ആ മുഅ്മിനീങ്ങളെ കുറിച്ച് മുനാഫിക്കുകൾക്ക് നല്ലോണം അറിയാം. എപ്പോഴെങ്കിലും അവരുടെ നേരെയും തിരിയാൻ സാധ്യതയുണ്ട് എന്ന് മുനാഫിക്കുകൾക്ക് നന്നായിട്ട് അറിയാം. മുഅ്മിനീങ്ങൾ ഒരിക്കലും ഞങ്ങളെ നേരെയും തിരിയാൻ സാധ്യതയുണ്ട്, കാരണം ഞങ്ങളെ കള്ളത്തരങ്ങളൊക്കെ അവർക്ക് അറിയാം. അങ്ങനെ പേടിയുണ്ടവർക്ക്. കപടവിശ്വാസികളെ പിടിച്ചു കെട്ടണമെന്നോ കൊന്നു കളയണമെന്നോ ഒരു കൽപ്പന, ഒരൊറ്റ നിർദ്ദേശം മതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായി. അതോടുകൂടി ഒരൊറ്റ മുനാഫിക്കിനെയും അവർ വെച്ചേക്കില്ല എന്നും മുനാഫിക്കുകൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങളും സത്യവിശ്വാസികളാണ്, നിങ്ങളെ കൂടെ തന്നെയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കള്ളസത്യം ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. സത്യവിശ്വാസികളോടുകൂടി താമസിക്കാൻ ഭയങ്കര വെറുപ്പാണ് അവർക്ക്. പക്ഷേ അവരുടെ കൂടെ കൂടാതെ മാറി നിൽക്കാൻ എന്തെങ്കിലും വഴിയുണ്ടായിരുന്നുവെങ്കിൽ അവർ ആ വഴി സ്വീകരിച്ച് രക്ഷപ്പെടുമായിരുന്നു. കൂടെ അങ്ങനെ നിൽക്കുന്നത് മനസ്സിന് സമാധാനം ഉണ്ടായിട്ടില്ല, സംതൃപ്തി ഉണ്ടായിട്ടില്ല, വെറുപ്പോടെയാണ് മുഅ്മിനുകളുടെ കൂടെ കഴിയുന്നത്. പക്ഷേ മുഅ്മിനുകളിൽ നിന്ന് മാറി ഇവരെ ഒറ്റക്ക് നിന്ന് എന്താ സംഭവിക്കുക? അവരെന്തെങ്കിലും ഞങ്ങൾക്കെതിരെ നടപടിയെടുക്കുമോ എന്ന് പേടിയുണ്ട്. അതാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. നോക്കാം 56, 57. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വയഹ്ലിഫൂന ബില്ലാഹി ഇന്നഹും ലമിൻകും വമാ ഹും മിൻകും വലാകിന്നഹും ഖൗമുൻ യഫ്റഖൂൻ. വയഹ്ലിഫൂന, അവർ സത്യം ചെയ്തു പറയും. ബില്ലാഹി, അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തു പറയും. എന്താ പറയാ? ഇന്നഹും, നിശ്ചയമായും അവർ, മിൻകും ലമിൻകും, നിങ്ങളിൽ പെട്ടവർ തന്നെയാണ്, നിങ്ങളെ കൂട്ടത്തിൽ പെട്ടവർ തന്നെയാണ് എന്ന് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യും. പക്ഷേ വലാകിന്നഹും, പക്ഷെ വമാഹും മിൻകും, വമാഹും അവരല്ല, മിൻകും നിങ്ങളിൽ പെട്ടവരെയല്ല. വാസ്തവത്തിൽ അവർ നിങ്ങളിൽ പെട്ടവരല്ല, പക്ഷെ അവർ നിങ്ങളിൽ പെട്ടവരാണ് എന്ന് സത്യം ചെയ്യും. വമാഹും മിൻകും, വമാഹും അവരല്ല, മിൻകും നിങ്ങളിൽ പെട്ടവരല്ല. പക്ഷേ വലാകിന്നഹും, പക്ഷേ നിശ്ചയമായും അവർ ഖൗമുൻ ഒരു വിഭാഗമാണ്, യഫ്റഖൂൻ പേടിച്ച് കഴിയുന്ന, ഭയന്ന് കഴിയുന്ന ഒരു വിഭാഗമാണ് അവർ. ആ പേടി ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ കൂട്ടത്തിലാണ് ഞങ്ങൾ നിങ്ങളെ പറഞ്ഞ് കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കാൻ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നർത്ഥം. വലാകിന്നഹും ഖൗമുൻ യഫ്റഖൂൻ, അവർ ഭയന്ന് കഴിയുന്ന ഒരു ജനതയാണ്. അടുത്ത ആയത്ത് നോക്കൂ, അതിനോട് ചേർത്തി പറയുന്ന 57. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലൗ യജിദൂന മൽജഅൻ ഔ മഗാറാത്തിൻ ഔ മുദ്ഖലൻ ലവല്ലൗ ഇലൈഹി വഹും യജ്മഹൂൻ. ലൗ യജിദൂന, അവർ കണ്ടെത്തുകയാണെങ്കിൽ, മൽജഅൻ വല്ല അഭയസങ്കേതമോ, ഔ മഗാറാത്തിൻ അല്ലെങ്കിൽ വല്ല ഗുഹകളോ, ഔ മുദ്ഖലൻ അല്ലെങ്കിൽ വല്ല മാളമോ, രക്ഷപ്പെടാൻ ഇങ്ങനെ എന്തെങ്കിലും ഒന്നവർ കണ്ടെത്തുകയാണെങ്കിൽ, ലവല്ലൗ ഇത് ഇലൈഹി, അങ്ങോട്ടവർ ഓടിപ്പോകുമായിരുന്നു, അങ്ങോട്ടവർ ഓടിപ്പോകുമായിരുന്നു. വഹും യജ്മഹൂൻ, അവർ വളരെ വേഗത്തിൽ അങ്ങോട്ട് കുതറി ഓടിപ്പോകുമായിരുന്നു. ലവല്ലൗ ഇലൈഹി, ആ മാളത്തിലേക്കോ അല്ലെങ്കിൽ ഗുഹകളിലേക്കോ അല്ലെങ്കിൽ അഭയസ്ഥാനങ്ങളിലേക്കോ അവർ തിരിഞ്ഞു പോകുമായിരുന്നു, പിന്തിരിഞ്ഞു പോകുമായിരുന്നു. എങ്ങനെ? വളരെ പെട്ടെന്ന്. ഈ കിട്ടുന്ന എത്ര ബുദ്ധിമുട്ടായിട്ടാണെങ്കിലും എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് അവർ അങ്ങോട്ട് രക്ഷപ്പെടുമായിരുന്നു. അതാണ് വഹും യജ്മഹൂൻ എന്ന് പറയാൻ കാരണം. അത് ശരിക്കും അതിന്റെ അർത്ഥം അവർ കുതറി ഓടിപ്പോകുന്നതാണ് എന്നാണ്. ലവല്ലൗ ഇലൈഹി വഹും യജ്മഹൂൻ, അവർ കുതറി ഓടിപ്പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ അങ്ങോട്ട് ഓടിപ്പോകുന്നതാണ്. ഒരു സെക്കൻഡ് നിൽക്കാതെ, സമയം കാത്തു നിൽക്കാതെ രക്ഷപ്പെടാനുള്ള പഴുത് കണ്ട അങ്ങോട്ട് ഓടിപ്പോകും. മൽജ എന്ന് പറഞ്ഞാൽ അഭയസ്ഥാനം. മഗാറാത്ത് എന്ന് പറഞ്ഞാൽ മലയുടെ മുകളിലൊക്കെ ഉണ്ടാകുന്ന ഗുഹകൾ ഉണ്ടാവില്ലേ, ഗുഹകളൊക്കെ. അതെ. പിന്നെ ഗാർ എന്നൊക്കെ പറയുന്നത്, ഗാർ സൂർ എന്നൊക്കെ കേട്ടിട്ടില്ലേ. പിന്നെ മുദ്ദഖൽ, മുദ്ദഖൽ എന്ന് പറഞ്ഞാൽ മാളം, ഭൂമിയിലുണ്ടാകുന്ന മാളം. ഓക്കെ, ചുരുക്കത്തിൽ നമ്മളിപ്പോൾ പഠിച്ച ആയത്തിൻ്റെ ഉദ്ദേശം ഇതാണ്. അതായത്
ഏറ്റവും ലോ ലെവലിലുള്ള ഒരു അഭയകേന്ദ്രം, അതെത്ര ചെറുതാണെങ്കിലും അതെത്ര സൗകര്യക്കുറവുള്ളതാണെങ്കിലും അങ്ങനെ ഒരു അഭയകേന്ദ്രം എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും കിട്ടിയിരുന്നു എങ്കിൽ ഈ കപടവിശ്വാസികൾ മുഅ്മിനീങ്ങളുടെ കൂടെ താമസിക്കാതെ അവരെ ഒഴിവാക്കി ആ മാളങ്ങളിലോ ഗുഹകളിലോ ഒക്കെ അഭയം തേടുമായിരുന്നു. അത് എത്ര സൗകര്യം കുറഞ്ഞ സ്ഥലമാണെങ്കിലും ശരി. അതാണ് ഇപ്പോൾ ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത്. മനസ്സിലാണ്ടോ? എത്ര പ്രയാസപ്പെട്ടിട്ടാലും അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്നർത്ഥം. കാരണം അത്രയ്ക്കും കടുത്ത ദേഷ്യവും വെറുപ്പുമാണ് അവർക്ക് മുഅ്മിനീങ്ങളായ ആളുകളോടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന അവരുടെ കള്ളസത്യം കേട്ട് നിങ്ങൾ വഞ്ചിതരായി പോകരുത് എന്ന് അല്ലാഹു തആല മുഅ്മിനീങ്ങളെ ഉണർത്തുകയാണ് ഈ ആയത്തിലൂടെ ചെയ്തത്. 58-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. കപടവിശ്വാസികളായ ഈ മുനാഫിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ചതിക്കാനും ഒക്കെ എല്ലാ അടവുകളും പയറ്റിയിരുന്ന ആളുകളാണ്. ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് വേണ്ടാത്തരങ്ങൾ ചെയ്യാനും എത്ര തരം താഴ്ന്ന ഏത് റോളുകളും അഭിനയിക്കാനും അവർ തയ്യാറാണ്. അത്തരം ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. സക്കാത്ത്, അതേപോലെ ഗനീമത്ത് പോലെയുള്ള പൊതു സ്വത്ത് കിട്ടിയാൽ അത് അവകാശികൾക്ക് വീതിച്ചു കൊടുക്കുകയാണ് പതിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീതിച്ചു കൊടുക്കും. ആ സമയത്ത് പ്രതീക്ഷിച്ച അത്ര കിട്ടാതിരുന്നാൽ ഈ മുനാഫിക്കങ്ങൾ പ്രശ്നം ഉണ്ടാക്കും. അവർ പറയും, ഈ വീതം വെപ്പ് നീതിപൂർവകമല്ല, പക്ഷപാതം കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റപ്പെടുത്തും. അവർ പ്രതീക്ഷിക്കുന്ന ഓഹരി കിട്ടിയാലോ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരാക്ഷേപം ഉണ്ടാവില്ല. അത് കിട്ടാത്തപ്പോഴാണ്, അത്ര കിട്ടാത്തപ്പോഴാണ് ഈ പ്രശ്നം. കിട്ടിയത് തൃപ്തിയോടെ സമാധാനിച്ച് സ്വീകരിച്ച് ഇനി ഭാവിയിൽ കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് റാഹത്തായി ആശ്വാസത്തോടെ ഇരിക്കുകയാണ് അവർ ചെയ്യേണ്ടത്. അതിനായി അള്ളാഹുവിനോട് തേടുകയാണ് അവർ ചെയ്യേണ്ടത്. അതായിരുന്നു അവർക്ക് ഏറ്റവും നല്ലത്. പക്ഷെ അവരങ്ങനെ ചെയ്യുന്നില്ല. ഇങ്ങനെ പൊതുവായ സ്വത്ത് അല്ലെങ്കിൽ സക്കാത്ത് വിതരണം ചെയ്യുന്ന സമയത്ത് ഉദ്ദേശിച്ചത്ര ലഭിക്കാത്തതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വെറുപ്പ് പ്രകടിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ച ഒന്നിലധികം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്ന ആയത്ത് അവതരിച്ചത് ഇങ്ങനെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദ്യം ചെയ്ത് നീതി പഠിപ്പിക്കാൻ മുതിർന്ന ചില മുനാഫിക്കുകളുടെ കാര്യത്തിലാണ് ഇനി നമ്മൾ പഠിക്കുന്ന ആയത്ത് അവതരിച്ചത്. ആരെക്കുറിച്ചാണ് അത് അവതരിച്ചത് എന്നൊരു വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്ത് പഠിച്ചിട്ട് പറയാം. أعوذ بالله من الشيطان الرجيم ومنهم من يلمزك في الصدقات فإن أعطوا منها رضوا وإن لم يعطوا منها إذا هم يسخطون ولو أنهم رضوا ما آتاهم الله ورسوله وقالوا حسبنا الله سيؤتينا الله من فضله ورسوله إنا إلى الله راغبون. 58-59 അല്ലേ? വമിൻഹും, ഈ മുനാഫിക്കുകളുടെ കൂട്ടത്തിലുണ്ട്, മൻ, ചില ആളുകളുണ്ട്, യൽമിസുക, അങ്ങയെ ആക്ഷേപിക്കുന്ന ചില ആളുകൾ, അങ്ങയെ കുറ്റപ്പെടുത്തുന്ന ചില ആളുകൾ, ഫിസ്സദഖാത്തി, സക്കാത്ത് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ. സദഖാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം സക്കാത്ത്. സക്കാത്തിന്റെ മുതൽ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ താങ്കളെ അധിക്ഷേപിക്കുന്ന ചിലർ ഈ മുനാഫിക്കുകളുടെ കൂട്ടത്തിലുണ്ട്. യൽമിസുക എന്ന് പറഞ്ഞാൽ താങ്കളെ ആക്ഷേപിക്കുന്നു. ഫൈൻ ഉഅ്തു മിൻഹാ, തങ്ങൾക്കതിൽ നിന്ന് യഥേഷ്ടം നൽകപ്പെടുന്നു എങ്കിൽ റളു, അവർ തൃപ്തിപ്പെടും. അവർ താല്പര്യപ്പെടുന്ന അത്രയും ധനം അവർക്ക് അതിൽ നിന്ന് കിട്ടിയാൽ, ഫൈൻ ഉഅ്തു മിൻഹ, ആ സക്കാത്തിന്റെ മുതലിൽ നിന്ന് അവർ താല്പര്യപ്പെടുന്നത് ലഭിച്ചാൽ റളു, അവർ തൃപ്തിപ്പെടും. ഇനി വഇല്ലം ഉഅ്തു മിൻഹ, അവർക്ക് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച അത് യഥേഷ്ടം കിട്ടിയില്ലെങ്കിലോ, വഇല്ലം യുഅ്തു മിൻഹ, അതിൽ നിന്ന് അവർക്ക് ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിലോ, ഇദാഹും യസ്ഖതൂൻ, അപ്പോൾ അവർ അതാ കോപിക്കുന്നു, ദേഷ്യപ്പെടുന്നു, പ്രകോപിതരാകുന്നു. അപ്പോൾ അവർ ചൂടാവും. എന്നിട്ട് റസൂലുള്ളാഹിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്താൻ ശ്രമിക്കും. നഊദുബില്ലാഹ്. എന്താണ് അല്ലാഹു തആല പറയുന്നത്? ഇനി അവർ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? 59-ാമത്തെ ആയത്ത്, വലൗ അന്നഹും റളൂ, അവർ തൃപ്തിപ്പെട്ടിരുന്നുവെങ്കിൽ, മാ ആതാഹുമുല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും അവർക്ക് കൊടുത്തത് കൊണ്ട് അവർ തൃപ്തിപ്പെട്ടിരുന്നുവെങ്കിൽ, വഖാലു, അവർ പറയുകയും ചെയ്തിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. എന്ത് പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി,
സയുത്തീന ഞങ്ങൾക്ക് പിന്നീട് തന്നേക്കാം അല്ലാഹു തആല മിൻ ഫദ്ലിഹി അവന്റെ ഫദ്ലിൽ നിന്ന് വറസൂലുഹു അവന്റെ റസൂലും അല്ലേ. അപ്പോൾ അവർ അള്ളാഹുവും റസൂലും നൽകുന്നതിൽ സംതൃപ്തരാവുകയും ഇങ്ങനെ പ്രതികരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എങ്ങനെ? അള്ളാഹു മതി ഞങ്ങൾക്ക്, തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവനും റസൂലും ഞങ്ങൾക്ക് നൽകിക്കൊള്ളും, സയുത്തീന ഞങ്ങൾക്ക് നൽകിക്കൊള്ളും. ഇപ്പൊ കിട്ടിയത് അൽഹംദുലില്ലാ മതി, ഇനി കൂടുതൽ അവർ നൽകിക്കൊള്ളും. ഇങ്ങനെ അവർ പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്നാ ഇലല്ലാഹി റാഗിബൂൻ, അള്ളാഹു ഞങ്ങൾക്ക് പിന്നീട് നൽകുമെന്ന് പറഞ്ഞല്ലോ. ആ ഒരു ശുഭപ്രതീക്ഷ വെക്കുകയാണ്. ഇനി ഇന്നാ നിശ്ചയമായും ഞങ്ങൾ ഇലല്ലാഹി അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിലേക്ക് റാഗിബൂൻ ആഗ്രഹിക്കുന്നവരാണ്, പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരാണ്. ഞങ്ങൾക്ക് അള്ളാഹനെ മതി, അള്ളാഹു തരുമെന്ന ആഗ്രഹവും പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്, അങ്ങനെ തന്നോളും, ഇപ്പൊ കിട്ടും തൃപ്തിപ്പെട്ടിരിക്കട്ടെ. ഇങ്ങനെയാണ് അവർ പറയേണ്ടിയിരുന്നത് എന്നർത്ഥം. മഹാനായ ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുന്നത് പോലെ നമ്മളിപ്പോൾ പഠിച്ച ആയത്തുകളിൽ ഇറങ്ങാനുള്ള ഒരു ആരുടെ കാര്യത്തിലാണ് ഇറങ്ങിയത് എന്ന് സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു അഭിപ്രായം ഇബ്നു ദുൽ ഖുവൈസിറ അത്തമീമി എന്ന് പറയുന്ന ആളുടെ കാര്യത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്നാണ് ഒരു അഭിപ്രായം. മുസ്ലിം ലോകത്ത് പിന്നീട് പിറവിയെടുത്ത വിമത വിഭാഗമായ ഖവാരിജുകളുടെ നേതാവായിട്ടാണ് ഇദ്ദേഹം പിന്നീട് അറിയപ്പെടുന്നത്. ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും കെട്ടുറപ്പിനും കൂട്ടായ്മക്കുമൊക്കെ വല്ലാതെ പരിക്കേൽപ്പിച്ച വിഘടിത വിഭാഗമാണ് ഖവാരിജുകൾ. ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകുന്ന വസ്തുതയാണിത്. ഒരുപാട് സംഭവങ്ങളുണ്ട്. ആകട്ടെ, നമുക്ക് ഈ ആയത്തുമായി ബന്ധപ്പെട്ട സംഭവം എന്താണെന്ന് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് വന്ന ശേഷം ആ യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ഗനീമത്ത് സ്വത്തുക്കൾ വീതം വെച്ച് കൊടുക്കുകയാണ്. ഓരോരുത്തർക്കും കൊടുക്കുകയാണ്. കൂടുതൽ കിട്ടുമെന്ന് വ്യാമോഹിപ്പിച്ച് മക്കക്കാരായ ആളുകളെ ഈ ചങ്ങായി, അതായത് ഈ ഇബ്നു ദുൽ ഖുവൈസിറ തമീമി വശീകരിച്ച് പാട്ടിലാക്കി. അങ്ങനെ വിതരണം ചെയ്യുന്ന കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയിട്ട് ഇയാൾ പറഞ്ഞു, റസൂലെ നിങ്ങൾ നീതി പാലിക്കണം. ആരോടെ പറയുന്നത്? റസൂലുള്ളാഹിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീതി പാലിക്കണം. ഒരുപാട് തഫ്സീറുകൾ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് പ്രതികരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, കഷ്ടം, ഞാൻ നീതി ചെയ്യുന്നില്ലെങ്കിൽ മറ്റാരാണ് നീതി ചെയ്യുക? ഈ സമയത്താണ് ഈ ആയത്ത് അവതരിച്ചത്. ഈ ചങ്ങാതി ഇങ്ങനെ വന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾക്ക് സഹിക്കാനായില്ല. ആരോടായി വന്ന് പറയുന്നത് നീതി പാലിക്കാൻ? റസൂലുള്ളാഹിയോടോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ധിക്കാരിയുടെ നേരെ ചാടി വീണിട്ട് പിടിച്ചിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ എനിക്ക് സമ്മതം തരണം, ഞാൻ ഈ ദുഷ്ടന്റെ കഴുത്ത് വെട്ടാണ്. അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേണ്ട, ഇപ്പൊ വേണ്ട, ഇവന് കുറെ അനുയായികൾ ഇനി ഭാവിയിൽ വരാനുണ്ട്. അവരുടെ നോമ്പും നിസ്കാരവും കണ്ടാൽ നിങ്ങൾക്ക് പുച്ഛം തോന്നും. അമ്പിൽ നിന്ന് വില്ല് തെറിച്ചു പോകും പോലെ ഇസ്ലാമിൽ നിന്ന് അവർ തെറിച്ചു പോകും, വ്യതിചലിച്ചു പോകും. വേറെ റിപ്പോർട്ടിൽ ഇത്രയും കൂടെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിയത്രേ, ഇവനെയും ഇവനെപ്പോലെയുള്ളവരും നിങ്ങൾ കരുതിയിരിക്കണം, സൂക്ഷിക്കണം. എൻ്റെ ഉമ്മത്തിൽ ഇവനെപ്പോലെയുള്ള പലരും ഇനി വരാനുണ്ട്. അവർ ഖുർആൻ ഓതും, പക്ഷേ അവരുടെ ഖുർആൻ ആ തൊണ്ടക്കുഴിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകൂല, തൊണ്ടക്കുഴിയിൽ വിട്ടുകിടക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയോടെ ഓതൂല എന്നർത്ഥം. അതുകൊണ്ട് അവർ പുറപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കൊന്നുകളയണം. വേറൊരു ഹദീസിന്റെ റിവായത്തിൽ ഇത്ര കൂടിയുണ്ട്. ഈ പറഞ്ഞ ദുൽ ഖുവൈസിറ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത്രേ, ഇയാളുടെ കുടുംബ പരമ്പരയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ വരാനുണ്ട്. അവരുടെ നിസ്കാരവും നോമ്പും കണ്ടാൽ നിങ്ങൾക്ക് പുച്ഛം തോന്നും, നിങ്ങൾ നിസ്സാരമായി തോന്നും. അമ്പിൽ നിന്ന് വില്ല് തെന്നിമാറുന്നത് പോലെ അവർ ദീനിൽ നിന്നും തെന്നിപ്പോകും. അതുകൊണ്ട് എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ അവർ വധിച്ചു കളയുക. കാരണം ആകാശത്തിന്റെ ചുവട്ടിൽ കൊല്ലപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ദുഷ്ടർ അവരായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയത്രേ. അദ്ദേഹത്തിന്റെ ആ പരമ്പരയ്ക്കാണ് പിന്നെ ഈ ഖവാരിജികൾ എന്ന് പറഞ്ഞ വിഭാഗങ്ങളൊക്കെ വന്നത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം. അതുപോലെ തന്നെ ഹുനൈൻ യുദ്ധത്തിലെ ഗനീമത്ത് വെക്കുന്ന സമയത്ത് ഇതേപോലത്തെ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വീതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഗനീമത്ത് വീതിച്ചുകൊണ്ടിരിക്കുമ്പോൾ
അൻസാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞത്രേ, വല്ലാഹി മാ അറാദ മുഹമ്മദുൻ ബിഹാദാ വജ്ഹല്ലാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വീതം വെപ്പ് കൊണ്ട് ഒരിക്കലും അള്ളാന്റെ തൃപ്തി ഉദ്ദേശിച്ചിട്ടില്ല. ഇത് പറഞ്ഞത് കേട്ടപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് പോയി നബിയുടെ അടുത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ അവിടുത്തെ മുഖം വിവരണമായി. അവിടെ നിന്ന് പറഞ്ഞു, റഹിമല്ലാഹു മൂസാ ലഖദ് ഊദിയ ബിഅക്സറ മിൻ ഹാദാ ഫസബർ. അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിന് റഹ്മത്ത് ചെയ്തു കൊടുക്കട്ടെ, ഇതിലേറെ വലിയ ബുദ്ധിമുട്ട് മൂപ്പർ സഹിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് അദ്ദേഹം ക്ഷമിക്കുകയാണല്ലോ ചെയ്തത്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൗമിൽ നിന്ന് ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ മഹാനവറുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, അപ്പോഴൊക്കെ ക്ഷമിക്കുകയാണ് ചെയ്തത്, അതുകൊണ്ട് ഞാനും ക്ഷമിക്കുന്നു, അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിന് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാണ് ചെയ്തത്. വലിയ എന്തൊരു ഗൗരവമായ വിഷയമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിന്റെ വജഹ് ഉദ്ദേശിച്ചിട്ടല്ല വീതം വെക്കുന്നത്, നീതിപൂർവമല്ല വീതം വെപ്പ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ ഗുരുതരമായ ആരോപണമല്ലേ അത്. യാ അല്ലാഹ്. വമിൻഹും മൻ യൽമിസുക ഫിസ്സദഖാത്ത്. ഹുനൈൻ യുദ്ധത്തിലെ ഗനീമത്ത് വിഭജന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന അഭിപ്രായമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വേറൊരു അഭിപ്രായം, സക്കാത്ത് വിതരണവുമായി ബന്ധപ്പെട്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലരും ആക്ഷേപിച്ചിരുന്നു. അതാണ് ഫിസ്സദഖാത്ത് എന്ന് പറഞ്ഞത്. അവിടെ സദഖാത്ത് എന്നുള്ള ഉദ്ദേശം സക്കാത്ത് എന്നാണ്. അതായത് നിർബന്ധമായ സക്കാത്ത് വിതരണം നടത്തുമ്പോൾ പലരും കൂടുതൽ കിട്ടണമെന്ന് മോഹിച്ചു. എന്നിട്ട് വിതരണം ചെയ്യുമ്പോൾ കൂടുതൽ കിട്ടാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിച്ചു. അതുമായി ബന്ധപ്പെട്ടാണ് ആയത്ത് ഇറങ്ങിയത് എന്നാണ് ഒരു അഭിപ്രായം. അടുത്ത ആയത്തിലെ വിഷയം ഇതുമായി കണക്റ്റഡ് ആണ്. നമുക്ക് നോക്കാം 60-ാമത്തെ ആയത്ത്. ഈ മുനാഫിക്കുകൾ അവരുടെ ഇഷ്ടം പോലെ സക്കാത്തിന്റെ സ്വത്തുവിധം കിട്ടാത്തതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിക്കുന്നത് എന്തിനാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറ്റമോ കുറവോ കൊണ്ടല്ല അവർക്ക് തോന്നിയ പോലെ കിട്ടാത്തത്. പിന്നെയോ സക്കാത്ത് വീതിക്കാൻ അതിന് ചില വ്യവസ്ഥകളുണ്ട്. അള്ളാഹു തീരുമാനിച്ച ചില തീരുമാനങ്ങളും വ്യവസ്ഥകളുമുണ്ട്. അത് ഇന്ന ആളുകൾക്ക് കൊടുക്കാവൂ എന്ന വ്യവസ്ഥയുണ്ട്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പൊ അത് ആ ഇന്ന ആളുകൾക്ക് കൊടുക്കാവൂ എന്ന വ്യവസ്ഥ, അത് ആരൊക്കെയാണ് ആളുകൾ, സക്കാത്തിന്റെ അവകാശികളായ ആളുകൾ ആരൊക്കെയാണ് എന്നാണ് ഇനിയുള്ള ആയത്തിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സക്കാത്ത് വീതം വെപ്പിൽ അപാകതയുണ്ടെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഈ കപട വിശ്വാസികളും മറ്റുമൊക്കെ അറിയണം, ഈ നിശ്ചിത അവകാശികൾക്ക് മാത്രമാണ് സക്കാത്ത് കൊടുക്കാൻ പറ്റുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂല. കൊടുത്തുകൂട്ടൽ നിർബന്ധമായ സക്കാത്തിന്റെ അവകാശികൾ ആരാണ് എന്ന് പറയുന്നു. 8 വിഭാഗമാണ് അവർ. ഇൻഷാ അല്ലാഹ് ആയത്ത് പഠിച്ചതിന് ശേഷം പറയാം. 60-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫി الرقاب والغارمين وفي سبيل الله وابن السبيل ഫരീളതൻ മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹകീം. ആർക്കൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. ഇന്നമസ് സ്വദഖാത്ത്, നിശ്ചയമായും സക്കാത്ത്, നിർബന്ധ സക്കാത്ത്, അത് ആർക്കൊക്കെയാണ്? ലിൽ ഫുഖറാഇ, പരമദരിദ്രന്മാർക്കാണ്, ഫഖീറുമാർക്കാണ്. വൽ മസാകീൻ, അഗതികൾക്കുമാണ്. വൽ ആമിലീന അലൈഹ, ആ സക്കാത്തിനു വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾക്കുമാണ്. സക്കാത്ത് ജോലിക്കാർക്കുമാണ്. വൽ മുഅല്ലഫതി ഖുലൂബുഹും, ഹൃദയങ്ങൾ ഇണക്കപ്പെടേണ്ടവർക്കുമാണ്. വഫിർ റിഖാബി, അടിമത്ത വിമോചനത്തിലുമാണ്. വൽ ഗാരിമീന, കടബാധ്യതയിൽ കുടുങ്ങിയവർക്കുമാണ്. വഫീ സബീലില്ലാഹി, ധർമ്മയുദ്ധത്തിന് സജ്ജരായവർക്ക് വേണ്ടിയുമാണ്. വബിനിസ് സബീലി, യാത്രക്കാർ, ഈ പറയപ്പെട്ടവർക്ക് മാത്രം അർഹതപ്പെട്ടതാണ് സക്കാത്തിന്റെ ധനം. ഇന്നമസ് സ്വദഖാതു, നിശ്ചയമായും സക്കാത്തിന്റെ ധനം അത് അർഹതപ്പെട്ടതിന് ആർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? ലിൽ ഫുഖറാഇ വൽ മസാകിൻ, ഇങ്ങനെ തന്നെയാണ് പറഞ്ഞ ആ 8 വിഭാഗങ്ങൾക്ക്. ഇത് ഫരീളതൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് നിർബന്ധമായ നിശ്ചയമാണിത്. അള്ളാഹു തആല നിർബന്ധമാക്കിയ നിശ്ചയമാണിത്. തോന്നിയതുപോലെ ഇതിൽ ചെയ്യാൻ പറ്റൂല, എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂല. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു തആല സർവജ്ഞാനിയാണ്, അലീമാണ്, ഹകീമുൻ, മഹായുക്തിമാനുമാണ്. ആരൊക്കെയാണ് 8 വിഭാഗം? നമുക്ക് ഓരോന്ന് പറഞ്ഞു നോക്കാം. ഇന്നമസ് സ്വദഖാത്തു, ഇവിടെ ശരിക്കും അറബിയിലെ സ്വദഖാത്ത് എന്ന് പറഞ്ഞാൽ
എല്ലാത്തരം ദാനധർമ്മങ്ങളും പെടും, നിർബന്ധമായതും സുന്നത്തായതുമൊക്കെ. പക്ഷെ ഇവിടെ ഉദ്ദേശം നിർബന്ധമായ സക്കാത്ത് മാത്രമാണ്. ഒന്നാമത്തെ വിഭാഗം ലിൽഫുഖറാഇ, ഫഖീറുകൾ, പരമദരിദ്രരായവർ. അത്യാവശ്യമായി ലഭിക്കേണ്ട വരുമാനത്തിന്റെ പകുതി പോലും ലഭിക്കുന്ന സമ്പത്തോ ജോലിയോ ഇല്ലാത്ത ആളാണ് ഫഖീർ. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഒരാൾക്കും അയാൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും കൂടി അത്യാവശ്യം ചെലവിന് 100 രൂപ കിട്ടണമെന്ന് സങ്കല്പിക്കാം. ഒരാൾക്ക് അയാളെ ചെലവിനും അയാൾ ചെലവിന് കൊടുക്കേണ്ട നിർബന്ധമായ ആളെ കുടുംബത്തിനും ആ ചെലവ് അതിന് 100 രൂപ വേണമെന്ന് കരുതുക. പക്ഷെ അയാൾക്ക് 50 രൂപ പോലും കിട്ടുന്നില്ല. 50 രൂപ പോലും കിട്ടുന്ന സ്വത്തുക്കളോ സമ്പത്തോ അനുയോജ്യമായ ജോലിയോ അയാൾക്കില്ല. അയാളെ കുറിച്ചാണ് ഫഖീർ എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ വിഭാഗം ലിൽ ഫുഖറാഇ. രണ്ടാമത്തേത് വൽ മസാക്കീൻ. മസാക്കീൻ എന്ന് പറഞ്ഞാൽ മിസ്കീനുകൾ, അഗതികൾ എന്ന് പറയും, ഗതിയില്ലാത്ത ആളുകൾ. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക? ഫഖീറല്ല, അതായത് അത്യാവശ്യമായി കിട്ടേണ്ട സംഖ്യ മുഴുവൻ കിട്ടുന്നില്ലെങ്കിലും പകുതിയോ അതിൽ കൂടുതലോ ലഭിക്കുന്നവർ, അവരാണ് മിസ്കീൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മൾ ഉദാഹരണത്തിൽ 100 രൂപ ആവശ്യമുള്ള സ്ഥാനത്ത് 80 അല്ലെങ്കിൽ 90 ഒക്കെ ലഭിക്കുന്ന സ്വത്തുക്കളോ അനുയോജ്യമായ ജോലിയോ ഉണ്ട്, അവൻ മിസ്കീനാണ്. മറ്റേത് 50 രൂപ പോലും കിട്ടുന്നില്ല, പകുതി പോലും കിട്ടുന്നില്ല. ഇവിടെ അങ്ങനല്ല, പകുതിയോ അതിൽ കൂടുതലോ കിട്ടുന്നുണ്ട്. 100 രൂപ വേണ്ടെടുത്ത് 80 90 ഒക്കെ ആൾക്ക് കിട്ടുന്നുണ്ട്, അയാൾ മിസ്കീനാണ്. മനസ്സിലായല്ലോ ഫക്കീറും മിസ്കീനും തമ്മിലുള്ള വ്യത്യാസം? അതായത് ഫക്കീറിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് മിസ്കീൻ എന്നർത്ഥം. 100 കിട്ടേണ്ടവന് അത് പൂർണ്ണമായി ലഭിക്കുന്ന സ്വത്തോ അതിനുള്ള ന്യായമായ ജോലിയോ ഉണ്ടെങ്കിൽ അവൻ ഫക്കീറുമല്ല മിസ്കീനുമല്ല. 100 രൂപ കിട്ടേണ്ട ഒരാൾക്ക് അയാളെ ചെലവിനും അയാൾ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായവരുടെ ചെലവിനും കൂടി 100 രൂപ കിട്ടണമെന്ന് വെക്കുക. അപ്പൊ ആ 100 രൂപ പൂർണ്ണമായി അയാൾക്ക് കിട്ടുന്നുണ്ട്, ജോലിയുണ്ട് അല്ലെങ്കിൽ സമ്പത്തുണ്ട്, എന്നാൽ പിന്നെ അയാൾ ഫക്കീറുമല്ല മിസ്കീനുമല്ല. അതുകൊണ്ട് അത്തരക്കാർക്ക് ആ പേരിൽ സക്കാത്ത് കൊടുത്താൽ കൂടുകയും ഇല്ല, കൊടുക്കാൻ പാടുള്ളതും അല്ല. ഫഖീറിനും മിസ്കീനും നമ്മൾ ഈ പറഞ്ഞ അർത്ഥമാണ് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അടക്കമുള്ള ബഹുഭൂരിപക്ഷം ഇമാമുകളും പറഞ്ഞത്. ഈ വിഷയത്തിൽ വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ഈ പരമദാരിദ്ര്യം അത് നമ്മൾ കാവൽ ചോദിക്കേണ്ട വിഷയം കൂടിയാണ്, സാന്ദർഭികമായി മനസ്സിലാക്കുക. ഫഖീറാവുക എന്നുള്ളത് അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ട വിഷയമാണ്, അപകടമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നു എന്നാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്രി വൽ ഖില്ലതി വദില്ലതി വഅഊദു ബിക മിൻ അൻ അദ്ലിമ ഔ അൻ ഉദ്ലം. ഫഖറിൽ നിന്ന് റബ്ബിനോട് കാവൽ ചോദിക്കണം, പരമദാരിദ്ര്യം തരരുതേ റബ്ബേ എന്ന് ദുആ ചെയ്യണം. റാഹത്തായി ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി അതിനുള്ള വക തരാൻ ദുആ ചെയ്യണം. ശരി, ഇനി നമുക്ക് മൂന്നാമത്തെ വിഭാഗം ആരാണെന്ന് നോക്കാം. വൽ ആമിലീന അലൈഹാ, സക്കാത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ. എന്നാൽ സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഉടമകളിൽ നിന്ന് സക്കാത്ത് പിരിച്ചെടുക്കാൻ വേണ്ടി മുസ്ലിം ഭരണാധികാരി നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ. അങ്ങനെ അത് പിരിച്ചെടുത്ത് അവകാശികൾക്ക് ഓഹരി ചെയ്തു കൊടുക്കുന്ന ആളുകൾ. ഇതാണ് വൽ ആമിലീന അലൈഹ എന്ന് പറഞ്ഞ ഉദ്ദേശം. ഇത് ഇസ്ലാമിക ഭരണമുള്ള നാട്ടിൽ ഗവൺമെന്റ് നേരിട്ട് സക്കാത്ത് പിരിച്ചെടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ വിഭാഗം ഉണ്ടാവുക. മുസ്ലിം ഗവൺമെന്റ് അതിന് സക്കാത്ത് പിരിച്ചെടുക്കുന്ന ആളുകളെ നിയമിച്ച് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമ്പോഴാണ് മൂന്നാമത്തെ വിഭാഗം ഉണ്ടാവുക. ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ലാത്തിടത്ത് ഉടമ തന്നെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. പിന്നെ അവിടെ അങ്ങനെ പിരിച്ചാൻ വേണ്ടി ആളെ നിശ്ചയിക്കാൻ പറ്റില്ല. അതേസമയം ആ ഉടമക്ക് എന്ത് ചെയ്യാം, മറ്റൊരാളെ വക്കാലത്താക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ഇതെന്റെ സക്കാത്താണ്, നീ അർഹതപ്പെട്ട് കൊടുക്കണോട്ടോ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു കൊടുക്കും, അത് ചെയ്യാം. അതല്ലാതെ ഈ പറയപ്പെട്ട മൂന്നാമത്തെ വിഭാഗം വല്ല ആമിലീന അലൈഹ എന്നത് ഇപ്പൊ നമ്മുടെ നാടുകളിലൊന്നും ഇല്ല, അത് ഉണ്ടാവാൻ പാടില്ല. ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള സ്ഥലത്തെ അത് നടക്കുള്ളൂ എന്നർത്ഥം. ഈ പറഞ്ഞ രണ്ടവസ്ഥയിലും ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ലാത്ത അവസ്ഥയിലും അതേപോലെ തന്നെ വക്കാലത്തല്ലാത്ത ഉടമ തന്നെ നേരിട്ട് ഏൽപ്പിക്കുന്ന, ഉടമ തന്നെ നേരിട്ട് വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ വക്കാലത്ത് ഏൽപ്പിക്കുന്ന ആ അവസ്ഥയിലും ഈ മൂന്നാമത്തെ വിഭാഗം അവകാശികൾ ആമിലീന അലൈഹ എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടാവില്ല. അത് ഇസ്ലാമിക ഗവൺമെന്റിലടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അല്ലാത്തടത്ത് നമ്മുടെ നാട്ടിലൊക്കെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സ്വന്തം നമ്മൾ സക്കാത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരാളെ വക്കാലത്താക്കാം. പിന്നെ നാട്ടിലെ ചില ആൾക്കാർ ചില കമ്മിറ്റികൾ ഉണ്ടാക്കാറുണ്ട്, സക്കാത്ത് കമ്മിറ്റി.
സക്കാത്ത് പിരിച്ചെടുക്കാൻ വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കുക, എന്നിട്ട് ആ കമ്മിറ്റിയിലെ മെമ്പർമാരും അതിൻ്റെ പ്രവർത്തകന്മാരും ഈ മേൽവിലാസത്തിൽ വല്ല ആമിലിന അലേഹ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ എണ്ണി സ്വന്തം കണക്കാക്കിയിട്ട് സക്കാത്തിൻ്റെ മുതൽ കൈപ്പറ്റുന്ന പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. അത് ശരിയല്ല. കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് സക്കാത്ത് വാങ്ങാൻ പറ്റൂല, സക്കാത്ത് പിരിച്ചാൽ കമ്മിറ്റിനെ ഏൽപ്പിക്കാൻ പറ്റൂല. ഒരാളെ വക്കാലത്താക്കാം എന്നതിലുപരി മൊത്തം ഒരു സംഘടിതമായ രൂപമുണ്ടാക്കിയിട്ട് എന്നിട്ട് അതിനവിടെ പോയിട്ട് എല്ലാവരും പിരിച്ചെടുത്തിട്ട് എന്നിട്ട് ആ കമ്മിറ്റി അത് വിതരണം ചെയ്യുന്ന രീതി അത് ശരിയല്ല. അത് സാധൂകരിക്കാൻ ഒരു വകുപ്പും നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം കാണില്ല. ഇവർ ഈ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് കമ്മിറ്റിയിലെ ആൾക്കാരെന്ന് പറയും ഞങ്ങൾ ആമിലിന അലേഹ എന്ന് പറഞ്ഞ ആൾക്കാരിൽ പെട്ടതാണ്, സക്കാത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുടെ ഉദ്യോഗസ്ഥരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സക്കാത്ത് കിട്ടണം. എന്നിട്ട് അതിൻ്റെ പേരിൽ അവർ ആ പൈസ കൊടുക്കും. ചെയ്യാൻ പാടില്ല. നാലാമത്തെ വിഭാഗം വൽ മുഅല്ലഫതി ഖുലൂബുഹും, ഹൃദയങ്ങൾ ഇണക്കപ്പെടേണ്ടവർ. ഇത് പല വിഭാഗമുണ്ട് ഇതിൽ. അത് പുതുമുസ്ലിങ്ങളായ ആളുകൾ. അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ വിശ്വാസം വേണ്ട വിധം ഹൃദയത്തിൽ ഉറച്ചിട്ടില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് വിശ്വാസത്തിൽ ദൃഢത ഉറപ്പ് വരാൻ വേണ്ടിയും ഇങ്ങനെ സക്കാത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് സാമ്പത്തികമായ സഹായം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിനൊരു ഇണക്കം വരുമല്ലോ ഇസ്ലാമിനോട്. അതാണ് ഈ ഹൃദയങ്ങൾ ഇണക്കപ്പെടേണ്ടവർ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അവർക്ക് സക്കാത്ത് കൊടുക്കാവുന്നതാണ്. മുഅല്ലഫതി ഖുലൂബുഹും, ഹൃദയങ്ങൾ ഇണക്കപ്പെടേണ്ടവർ. ഇതാണ് ഒരു രൂപം. ഇനി അതല്ലെങ്കിൽ വലിയ കുടുംബത്തിൽ നിന്ന് പുതുമുസ്ലിങ്ങളായി വന്ന ആളുകൾ, അവരുടെ കുടുംബക്കാർ വലിയ കൂട്ടരാണ്, വലിയ യോഗ്യതയുള്ള ആളുകളാണ്. അങ്ങനത്തെ അവസ്ഥയിൽ ഈ പുതുമുസ്ലിമായി വന്ന ആൾക്ക് നമ്മൾ പ്രത്യേക പരിഗണന നൽകി സക്കാത്ത് വിഹിതം നൽകിയാൽ മറ്റുള്ള ആളുകൾ എന്താ ഇസ്ലാമിലേക്ക് ആകർഷ്ടരാകും അല്ലേ? അവർക്ക് ചെറിയൊരു ഇണക്കം ദീനിനോട് തോന്നും, അവനത്ര കാശ് കിട്ടുന്നുണ്ടല്ലോ. ഈ രണ്ട് വിഭാഗക്കാർക്കും ശാഫി മതപ്രകാരം സക്കാത്ത് കൊടുക്കാവുന്നതാണ്. അതേസമയം ദീനിലേക്ക് ആകർഷിക്കാനോ മറ്റോ അമുസ്ലിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. കാരണം സക്കാത്ത് വാങ്ങുന്നവൻ മുസ്ലിം ആയിരിക്കുക എന്നത് ഷർത്താണ്, അത് നിബന്ധനയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ മദ്ഹബ് പ്രകാരം അത് നിബന്ധനയാണ്. അതുകൊണ്ട് അമുസ്ലിങ്ങൾക്ക് അത് കൊടുത്താൽ കൂടുകയില്ല. അഞ്ചാമത്തെ വിഭാഗം വഫിർ റിഖാബി, അടിമകളെ മോചിപ്പിക്കുന്ന കാര്യത്തിലും സക്കാത്തിൻ്റെ മുതൽ സക്കാത്ത് അതിനുവേണ്ടി വിനിയോഗിക്കാം. ഈ അടിമകളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മോചന പത്രം എഴുതുന്നൊരു പതിവുണ്ടായിരുന്നു പണ്ട് അടിമകൾ ഉണ്ടായിരുന്ന കാലത്ത്. ഇത്ര സംഖ്യ തന്നാൽ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കാം എന്ന് അടിമയും ഉടമയും തമ്മിൽ തീരുമാനിക്കുന്ന ഒരു പതിവ്. സ്വാതന്ത്ര്യപത്രം അല്ലെങ്കിൽ വിമോചന പത്രം എഴുതുക എന്നാണ് അതിന് പറയുക. ഇങ്ങനെ വിമോചന പത്രം എഴുതപ്പെട്ട ആൾക്ക് മുഖാത്തബ് എന്ന് പറയും. മുഖാത്തബ്. അങ്ങനെ എഴുതിയവരെ സ്വതന്ത്രരാക്കുന്നതിന് വേണ്ടി സക്കാത്തിന്റെ വീതം ഉപയോഗിക്കാം. ഇതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അന്നത്തെ ഒരു രീതിയായിരുന്നല്ലോ ഈ അടിമ സമ്പ്രദായം എന്നത്. ധാരാളം അടിമകൾ നിലവിലുണ്ടായിരുന്നു. അടിമകളെ മോചിപ്പിച്ച് സ്വതന്ത്രരാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ലോണം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ദീൻ പലയിടത്തും ഇക്കാര്യത്തിൽ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ചരിത്രത്തിലത് എന്നും കാണാം. അങ്ങനെ കാലക്രമേണ പിന്നീട് ഈ സമ്പ്രദായം ഇല്ലാതെയാവുകയാണ് ചെയ്തത്. ആറാമത്തെ വിഭാഗം വൽ ഗാരിമീൻ, കടം കൊണ്ട് കുടുങ്ങിയ ആളുകൾ, കടം കൊണ്ട് വലഞ്ഞവർ. കുറ്റകരമല്ലാത്ത വിഷയത്തിൽ സ്വന്തം ആവശ്യാർത്ഥം കടം വാങ്ങി വീട്ടാൻ നിവൃത്തിയില്ലാത്ത ആൾ, അയാൾക്ക് സക്കാത്ത് കൊടുക്കാം. ഇനി കുറ്റകരമായ വിഷയത്തിൽ കടം വാങ്ങിയതാണെങ്കിൽ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിലേ സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ആവശ്യത്തിനു വേണ്ടി പൊതുകാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കടം വാങ്ങിയിട്ട് കുടുങ്ങിയ ആളുകളാണെങ്കിലും അവർക്കും സക്കാത്ത് കൊടുക്കാം. ഏതുപോലെ മസ്ലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ടീമുകൾക്കിടയിൽ വഴക്ക് തീർക്കാനോ പള്ളി പരിപാലനം പോലെയുള്ള അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ മോചിപ്പിക്കുക, ഇങ്ങനെയുള്ള പൊതുകാര്യത്തിനൊക്കെ കടം വാങ്ങിയ ആളുകൾക്ക് കടം വീട്ടാനുള്ള സംഖ്യ സക്കാത്തിൽ നിന്ന് കൊടുക്കാം. അവർ ധനികരാണെങ്കിൽ പോലും കൊടുക്കാമെന്നാണ്. കാരണം അവർ പൊതു ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയിട്ട് കുടുങ്ങിയ ആളുകളാണ്. അപ്പൊ അത്തരം ആളുകൾ സമ്പന്നരാണെങ്കിൽ പോലും സക്കാത്ത് കൊടുക്കാവുന്നതാണ്. ഏഴാമത്തെ വിഭാഗം വഫീ സബീലില്ലാഹ്, ധർമ്മയുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന പട്ടാളക്കാർ. ഇസ്ലാമിക ഗവൺമെന്റിൽ നിന്ന് ശമ്പളം ലഭിക്കാത്ത പട്ടാളക്കാരാണ് ഉദ്ദേശം. ശമ്പളം ലഭിക്കുന്ന ആളുകൾക്കൊക്കെ, അല്ലാതെ ധർമ്മസമരത്തിന് പലപ്പോഴും ഇറങ്ങിപ്പെടേണ്ടി വരുന്ന ആളുകളുണ്ടാകും. അവർക്ക് സക്കാത്തിന്റെ മുതൽ വിനിയോഗിക്കാവുന്നതാണ്. എട്ടാമത്തത് വബിനി സബീൽ, യാത്രക്കാരൻ എന്നർത്ഥം. യാത്രക്കാർ, യാത്രാമധ്യേ ആശ്രയമില്ലാതെ പ്രയാസപ്പെടുന്ന യാത്രക്കാർ.
അയാൾ സക്കാത്ത് വിതരണം ചെയ്യുന്ന നാട്ടിൽ കൂടി കടന്നു പോകുന്ന ആള്, അയാൾ സ്വന്തം നാട്ടിൽ വലിയ മുതലാളിയാണെങ്കിൽ കൂടെ ഇപ്പോൾ വലിയ പ്രയാസത്തിലാണ്. അപ്പോൾ സക്കാത്ത് വിതരണം ചെയ്യുന്ന നാട്ടിൽ കൂടെ പോകുമ്പോൾ അയാൾക്ക് യാത്രക്കാരൻ എന്നുള്ള നിലക്ക് സക്കാത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സക്കാത്ത് വിതരണം ചെയ്യുന്ന ആ നാട്ടിൽ നിന്ന് അനുവദനീയമായ യാത്രക്ക് പുറപ്പെടുന്നവനും ഇങ്ങനെ പ്രയാസപ്പെടുന്നവനാണെങ്കിൽ അവനും സക്കാത്ത് കൊടുക്കാം. ഇങ്ങനെ 8 വിഭാഗങ്ങളാണ് സക്കാത്ത് വാങ്ങാൻ അവകാശപ്പെട്ട ആളുകൾ. ഫരീളതൻ മിനല്ലാഹ്, ഇത് റബ്ബിന്റെ നിശ്ചയമാണ്, നിർബന്ധമായ നിശ്ചയമാണ്. ആർക്കാണ്, ഇവർക്കൊക്കെയാണ് സക്കാത്ത് വിതരണം ചെയ്യേണ്ടത് എന്നത് കേവലം ഒരു ഉപദേശം മാത്രമല്ല, ഫരീളതൻ, നിർബന്ധമായ ഒരു നിയമം തന്നെയാണ് എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത്. 61-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. കപടവിശ്വാസികളുടെ സ്വഭാവങ്ങളും ഉള്ളിലിരിപ്പുകളും ഒക്കെയാണല്ലോ നമ്മൾ കുറെ ആയത്തുകളിലായി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടക്ക് സാന്ദർഭികമായി തൊട്ടു മുമ്പത്തെ ആയത്തിൽ സക്കാത്തിന്റെ അവകാശികളെ കുറിച്ച് പറഞ്ഞു. ഇനി വീണ്ടും പഴയ ആദ്യത്തെ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. കപടവിശ്വാസികളുടെ കാപട്യം തുറന്നു കാണിക്കുന്ന ഒരു സ്വഭാവമാണ് ഇനി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ആളാണ്, അല്ലെ? ഒരു നേതാവ് എന്ന് പറയുമ്പോൾ അവിടുത്തെ അനുയായികളിൽ പല ടൈപ്പ് ആളുകളുണ്ടാവും. എല്ലാവരും വന്നു പറയേണ്ടത്, എല്ലാവരും വന്നു പറയുന്ന സംഗതികൾ ആ നേതാവ് കേൾക്കേണ്ടി വരും. എന്നിട്ട് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യണം, പരിഹാരം കാണേണ്ടതിന് പരിഹാരങ്ങൾ കാണേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. അവിടത്തോടെ ആര് എന്തു പറഞ്ഞാലും അത് ശ്രദ്ധിച്ചു കൊടുക്കും, എന്നിട്ട് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്വഭാവത്തെ മുനാഫിക്കുകൾ ആക്ഷേപിക്കുകയാണ്. ആരെന്ത് വന്ന് പറഞ്ഞാലും അതൊക്കെ കേൾക്കുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്ത് കള്ളത്തരവും അവിടത്തോടെ തട്ടിവിടാം എന്ന് മുനാഫിക്കുകൾ പരിഹസിച്ചുകൊണ്ട് കളിയാക്കി പറഞ്ഞു. അതിനവർ ഉപയോഗിച്ചത് മര്യാദ ഇല്ലാത്ത ചില പദങ്ങളാണ്. ഹുവ ഉദുൻ എന്നാണ് പറഞ്ഞത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചെവിയാണ് കളിയാക്കിയിട്ട് പറയണം. ഉദുൻ എന്ന് പറഞ്ഞ ചെവി എന്നാണ്. അതായത് ആരെന്ത് പറഞ്ഞാൽ അതൊക്കെ കേൾക്കും, വിശ്വസിക്കും. ഞങ്ങളെ പറ്റി വല്ലതും കുറ്റം പറഞ്ഞാൽ അതും കേൾക്കും, ഞങ്ങൾ വല്ലതും പറഞ്ഞാൽ അതും കേൾക്കും. ഇതൊക്കെയാണ് അവർ ഉദ്ദേശിച്ചത്. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് ഈ പരിഹാസത്തിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ആളാണ് എന്നല്ലേ? നഅൂദുബില്ലാ. ഒരു ജനനായകൻ എന്ന നിലക്ക് ആര് വന്നു പറയുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്ക് കേൾക്കണം, യുക്തമായ സംഗതികൾ, നടപടികൾ എടുക്കണം. ഒരു നേതാവ് ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. പക്ഷെ മുനാഫിക്കുകൾ ഇതൊരു ന്യൂനതയായിട്ടാണ് കാണുന്നത്. അവരിതൊരു കുറവായിട്ട് എണ്ണാണ്. സുബ്ഹാനല്ലാഹ്. കള്ളസത്യം ചെയ്ത് എന്ത് നുണയും പറയാം നബിയുടെ അടുക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി അത് സ്വീകരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു മിഥ്യാധാരണ മുനാഫിക്കുകൾക്കുണ്ടായിരുന്നു. സംഗതി അവര് പൊട്ടന്മാരായതാണ്. അവരുടെ വിചാരം എന്താ? മുസ്ലിങ്ങളോട് പെരുമാറുന്ന പോലെ തന്നെ അവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറുന്നുണ്ടല്ലോ. സാധാരണ മുസ്ലിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതേപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മുനാഫിക്കിനോടും പെരുമാറുന്നത്. അപ്പൊ അതൊക്കെ അങ്ങനെ കാണുമ്പോൾ അവർക്ക് തോന്നുകയാണ്, ഞങ്ങളുടെ ഈ കാപട്യങ്ങളൊന്നും ഈ ഗൂഢതന്ത്രങ്ങളൊന്നും ഞങ്ങളെ ഉള്ളിലിരിപ്പൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന്. അതവർക്ക് വെറുതെ തോന്നുകയാണ്. അവർ പൊട്ടന്മാരായതാണ്. ഏതായാലും അവരുടെ ഈ ആക്ഷേപത്തിന് മറുപടി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് കൽപ്പിക്കുകയാണ്. ഇനി എന്താ മറുപടി പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം കേൾക്കുന്നു എന്നത് ശരിയാണ്. അത് അവിടുത്തെ സ്വഭാവ ഗുണം കൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളുകള്ളി പുറത്താക്കേണ്ട എന്ന് കരുതിയിട്ടുമാണ്. നിങ്ങളെ ഉള്ളുകളി അറിയാത്ത ആളൊന്നുമല്ല. നിങ്ങളോട് ഒരേപോലെ പെരുമാറുന്നത് മറ്റുള്ളവരോട് പെരുമാറുന്നത് അതേപോലെ നിങ്ങളോട് പെരുമാറുന്നത് നിങ്ങളുടെ ഉള്ളുകളി പുറത്താണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എന്ത് കേട്ടാലും ആര് പറയുന്നത് കേട്ടാൽ നല്ലത് മാത്രമേ അവിടെ നിന്ന് സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും വിശ്വസ്തരായ അനുയായികൾ പറയുന്നത് മാത്രം അംഗീകരിക്കൂ. ഇങ്ങനെ മറുപടി പറയണമെന്നാണ് അള്ളാഹു തആല പറയുന്നത്. അതായത് നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെവി തന്നെയാണ്, പക്ഷേ നന്മയുടെ ചെവിയാണ് എന്ന് മാത്രം. അതായത് സത്യം കേട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളാണ്, വിശ്വാസത്തിന് നിരക്കാത്തതൊന്നും ചെവിക്കൊള്ളാത്ത ആളാണ്, സത്യവിശ്വാസികളായ ആളുകളെ വിശ്വസിക്കുന്ന ആളാണ്. കപടന്മാരും അവിശ്വാസികളും പറയുന്നതൊന്നും വിശ്വസിക്കുന്ന ആളല്ല എന്നവരുടെ മറുപടി പറയാൻ വേണ്ടി പറയാം.
നിങ്ങൾ പുറമേ കാണിക്കുന്ന ഈ വിശ്വാസം സത്യമാണെങ്കിൽ നിങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യമായിരിക്കും. മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ് നബി, നിങ്ങൾക്കും കാരുണ്യമായിരിക്കും. എപ്പോ? നിങ്ങളും നിങ്ങൾ ഈ കാണിക്കുന്ന വിശ്വാസം സത്യസന്ധമാണ് എങ്കിൽ. അതല്ല, ഇങ്ങനെയൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിക്കാനാണ് നിങ്ങളുടെ നിലപാട് എങ്കിൽ കടുത്ത ശിക്ഷ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. 61-ാമത്തെ ആയത്ത് നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അമിൻഹുമുല്ലദീന യുഅ്ദൂന അൻ-നബിയ്യ വയഖൂലൂന ഹുവ ഉദുൻ ഖുൽ ഉദുൻ ഖൈറുൻ ലക്കും യുഅ്മിനു ബില്ലാഹി വയുഅ്മിനു ലിൽ മുഅ്മിനീന വറഹ്മത്തുൽ ലില്ലദീന ആമനൂ മിൻകും വല്ലദീന യുഅ്ദൂന റസൂലല്ലാഹി ലഹും അദാബുൻ അലീം. വമിൻഹും, ആ മുനാഫിക്കുകളുടെ കൂട്ടത്തിലുണ്ട്, അല്ലദീന, ഒരു വിഭാഗം ആളുകളുണ്ട്, യുഅ്ദൂന, അവർ ബുദ്ധിമുട്ടിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു, മനോവേദനയുണ്ടാക്കുന്നു, അന്നബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, വയഖൂലൂന, അവർ പറയുകയും ചെയ്യുന്നു, ഹുവ ഉദുൻ, ഹുവ ഉദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെവിയാണ് എന്ന്. അതായത് ആര് പറയുന്നതും കേൾക്കുന്ന ആളാണ് എന്ന് അവർ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞ് മനോവേദന ഉണ്ടാക്കുന്നു. ഖുൽ, നബി അങ്ങ് മറുപടി പറഞ്ഞേക്കൂ, ഉദുനു ഖൈരിൻ, നിങ്ങൾക്ക് വേണ്ടി നല്ലത് കേൾക്കുന്ന ആളാണ്. ഖൈറിന്റെ ചെവിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നല്ലത് കേൾക്കുന്ന ആളാണ്. നിങ്ങൾ പറയുന്ന പോലെ എല്ലാം കേൾക്കുന്ന ആളല്ല, ഖൈർ കേൾക്കുന്ന ആളാണ്. മനസ്സിലാണ്ടോ? ഉദുനു ഖൈറിൻ, ഖൈർ കേൾക്കുന്ന ആളാണ്, എല്ലാം കേൾക്കുന്ന ആളല്ല. യുഅ്മിനു ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വയുഅ്മിനു ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെയും വിശ്വസിക്കുന്നു. നിങ്ങളെപ്പോലത്തെ എല്ലാവരും വിശ്വസിക്കൂല, നിങ്ങളെപ്പോലത്തെ എല്ലാവരും നമ്പൂല. വയുഅ്മിനു ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ വിശ്വസിക്കുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെയോ വറഹ്മത്തുൽ ലില്ലദീന ആമനൂ മിൻകും, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് സത്യവിശ്വാസികളായ ആളുകൾക്ക് റഹ്മത്താണ്, കാരുണ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ നിങ്ങളുടെ ഈ സത്യവിശ്വാസം സത്യസന്ധമാണെങ്കിൽ നിങ്ങൾക്കും റഹ്മത്ത് തന്നെയാണ്. എന്നിട്ട് പറയാ, വല്ലദീന യുഅ്ദൂന റസൂലല്ലാഹി ലഹും അദാബുൻ അലീം. വല്ലദീന യുഅ്ദൂന, മനോവേദനയുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ, റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ, ലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഈ ആയത്തിറങ്ങാനുണ്ടായ കാരണം ഇമാം സുദ്ദി റഹ്മത്തുള്ളാഹി അടക്കമുള്ള മഹാന്മാർ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ജല്ലാസ് ബിൻ സുവൈദ്, വദീഅത്ത് ബിൻ സാബിത്ത്, അങ്ങനെ ഇവരടക്കമുള്ള മുനാഫിക്കുകളുടെ സംഘം ഒരു സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ കുറ്റം പറയാൻ തുടങ്ങി, ആക്ഷേപിക്കാൻ തുടങ്ങി. അടുത്തുണ്ടായിരുന്ന ഒരു സഹാബി, ആമിർ എന്ന് പറയുന്ന ഒരു സഹാബി, ആ സഹാബിയെയും അവർ പരിഹസിച്ചു. എന്നിട്ട് അവർ ഇത്രയും കൂടി പറഞ്ഞു, ഈ സഹാബി ആമിർ ഇപ്പൊ മുഹമ്മദിനോട് ചെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം പറയല്ലോ, ഞങ്ങൾ ഇങ്ങനെ കൂടി ആക്ഷേപിച്ചിരുന്നു എന്നൊക്കെ. അങ്ങനെ പിന്നെ അങ്ങനെ പറഞ്ഞാല് ഈ നമ്മളിപ്പോൾ പോയി ആക്ഷേപിച്ചതൊക്കെ അവിടെ പോയി എത്തിച്ചു കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആമിർ റളിയല്ലാഹു അൻഹു ആ സ്വഹാബി അവിടെ നിന്ന് പോയി തങ്ങളുടെ അടുക്കൽ ചെന്ന് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് അവിടെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ച് അന്വേഷിച്ചു, നിങ്ങളങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചു. ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു, കള്ളസത്യം ചെയ്തവർ. ഞങ്ങളങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഈ ആമിറാണ് കള്ളം പറയണതെന്ന് പറഞ്ഞു. ആമിറാണ് കള്ളം പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ആമിർ എന്ന സഹാബി പറഞ്ഞു, അല്ല നബിയെ, ഞാനല്ല, ഈ മുനാഫിക്കുകളാണ് അള്ളാഹുവിനെ പിടിച്ച് കള്ളസത്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ദുആ ചെയ്തു, ആ സഹാബി ദുആ ചെയ്തു, പടച്ചോനെ, ആരാണ് സത്യം പറയുന്നത് എന്നും ആരാണ് കളവ് പറയുന്നത് എന്നും വ്യക്തമാകും മുമ്പ് ഞങ്ങളെ എവിടെ നിന്ന് നീ വിട്ടുപിരിക്കരുത് എന്നൊരു ദുആയും ചെയ്തു. അപ്പോഴാണ് ഈ പെരും നോണ പറഞ്ഞ കപടവിശ്വാസികളുടെ കാര്യത്തിൽ 61ഉം 62ഉം ആയത്തുകൾ അവതരിച്ചത്. വേറെ ഒരു കാരണം കൂടി ഈ ആയത്തിറങ്ങാൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ഇങ്ങനെ വല്ലാതെ ആക്ഷേപിക്കുകയാണ് മുനാഫിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വല്ലാതെ ആക്ഷേപിക്കുക. അപ്പോൾ അവരെ കൂട്ടത്തിൽ തന്നെപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്യരുത്, കാരണം ഈ പറയുന്നതൊക്കെ നബി അറിയും സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അറിഞ്ഞാൽ നമ്മൾ അപമാനിതരാകും. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന മുനാഫിക്ക് പറഞ്ഞത്രേ, നിങ്ങൾ വേണ്ടതൊക്കെ പറഞ്ഞോളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്ന് ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഉണർത്തിയാൽ മതി, കാരണം ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ആളാണല്ലോ, നമുക്കും അങ്ങനെ പോയി പറയാം. അപ്പോഴാണ് അത്ര ഈ ആയത്ത് അവതരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അവിടത്തോട് മര്യാദയില്ലാതെ പെരുമാറാനും പാടില്ല, വളരെ ആദരവോടും അച്ചടക്കത്തോടും മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. അള്ളാഹു പലയിടത്തും ഈ കാര്യം ഉണർത്തിയിട്ടുണ്ട്.
പല സൂറത്തുകളിലും പല സൂക്തങ്ങളിലും സൂറത്തുൽ നൂറിലും ഹുജറാത്തിലും ഒക്കെ ഈ വിഷയം കാണാം. അവിടെ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. നമ്മളൊക്കെ മദീനയിൽ ചെല്ലുമ്പോൾ, റൗള ഷരീഫിൽ ചെല്ലുമ്പോൾ, അവിടുത്തെ ഹുജറത്തു ഷരീഫ് ഖബർ ഷരീഫിന് മുമ്പിൽ ചെല്ലുമ്പോൾ അദബ് പാലിക്കണം, വളരെ അത്യാവശ്യമാണ്. ഒരിക്കലും അവിടെ അപമര്യാദയായി പെരുമാറുകയോ ചെയ്ത് തിക്കോ തിരക്കോ ഒച്ചയോ ബഹളമോ സെൽഫിയോ പുറംതിരിഞ്ഞ് നിൽക്കലോ ഒന്നും അവിടെ സംഭവിക്കരുത്. അള്ളാഹുവിൻ്റെ റസൂലാണ് അവിടെ ഉള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്. വല്ലദീന യഖൂദൂന റസൂൽ അല്ലാഹ്. അങ്ങനെ മനോവേദന ഉണ്ടാക്കുന്ന ആളുകൾ, ഉണ്ടാക്കുന്ന ആളുകൾ, മര്യാദയില്ലാതെ പെരുമാറുന്ന ആളുകൾ, അത് അദാബുൻ അലീമാണ് അവർക്കുണ്ടാവുക. സുബ്ഹാനല്ലാഹ്. വാക്കാലോ പ്രവൃത്തിയാലോ ഏത് നിലക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇന്നിപ്പോൾ പല ടൈപ്പിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ ബുദ്ധിമുട്ടിക്കുന്നത്. അവിടുത്തെ അപകീർത്തിപ്പെടുത്താൻ പല മാർഗങ്ങളും പാശ്ചാത്യരടക്കമുള്ള പല കാര്യങ്ങളും പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആധുനിക മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി അപമാനിക്കുന്നുണ്ട്. വീഡിയോകൾ ഉണ്ടാക്കിയിട്ട്, പിന്നെ ഡോക്യുമെൻ്ററികൾ ഉണ്ടാക്കിയിട്ട്, ഫിലിമുകൾ ഉണ്ടാക്കിയിട്ട്, കാർട്ടൂണുകൾ ഉണ്ടാക്കിയിട്ട് പല ടൈപ്പ് ലെവലിലാണ്. ഏതായാലും അതിലൊക്കെ മറ്റൊരു അത്ഭുതമുണ്ട്. അത്തരം എന്ത് വിവാദങ്ങൾ നടന്നാലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആക്ഷേപിച്ച് എന്ത് വിവാദങ്ങൾ വന്നാലും അതിലൊരു ഖൈർ നമ്മൾ കാണാറുണ്ട്. കാരണം ഒരുപാട് നിഷ്പക്ഷപതികളായ ആളുകൾ ആ വിഷയം ശരിക്കും പഠിച്ച് മനസ്സിലാക്കും. അല്ലേ? ഈ അടുത്ത് നടന്ന ഒരുപാട് വിവാദങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കും. അതിൻ്റെയൊക്കെ ആ വിവാദങ്ങൾ ഉണ്ടാവുന്നുണ്ടാവും. അത് സംബന്ധമായിട്ടുള്ള എല്ലാ സത്യാവസ്ഥകളും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ലേഖനങ്ങൾ വരും, വാർത്തകൾ വരും, കൃത്യമായ പ്രചാരണങ്ങൾ നടക്കും. അപ്പോൾ അത് കണ്ടിട്ട് ഇതൊന്നും അറിയാത്ത ആളുകൾ ഇതിനെക്കുറിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കും. അങ്ങനെ പല ആളുകളും ഇസ്ലാമിലേക്ക് എത്രയോ ആളുകൾ വന്നിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റപ്പെടുത്തിയതിൻ്റെ പേരിൽ ആ വിവാദങ്ങൾ ഒടുങ്ങുന്നതോടുകൂടി, ആ വിവാദങ്ങൾ തുടങ്ങുന്നതോടുകൂടി, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പിന്നെ ഇത്തരം ആളുകൾ ഈ വിവാദങ്ങളോട് പ്രതികരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മുസ്ലിമീങ്ങളായ ഒരുപാട് ആളുകളുണ്ട്. മാഷാ അല്ലാഹ്. ഏതായാലും അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊക്കെ തരത്തിൽ പ്രയാസപ്പെടുത്തുന്ന ആളുകളുണ്ടോ, പരിഹസിക്കുന്ന ആളുകളുണ്ട്, ആക്ഷേപിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ഹിദായത്ത് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അള്ളാഹു ഞങ്ങൾ പഠിച്ചതും കേട്ടതും ഒക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കണം തമ്പുരാന്. നിഫാഖിൻ്റെ ഒരു ലക്ഷണവുമില്ല ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണം. അള്ളാഹ് എല്ലാ തെറ്റുകളും പുറത്തു തരണേ തമ്പുരാൻ. അമ്മക്കും ബാപ്പാക്കും ഞങ്ങളെ കുടുംബക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും വസിയ്യത്ത് ചെയ്തവർക്കും ഉസ്താദുമാർക്കും ഈ ക്ലാസ് കേൾക്കുന്നവർക്കും എല്ലാവർക്കും പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളെ ആക്രമത്തെ നന്നാക്കണേ അള്ളാഹ്. ദീനും ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقينا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.